അപ്പോൾ നമ്മുടെ മാക്ടി എഡ്യൂക്കേഷൻ സെൻറ്റർ ഇതിൻ്റെ ഫുഡ് ഫെസ്റ്റ് നടത്താണ്. പാലിയേറ്റീവ് കൈത്താങ് എന്ന വിഷയം വെച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ്. ഇത് കൗണ്ടറാണ്. ഇത് വടക്കിനി എന്ന ഒരു പേരിലാണ് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. വടക്കിനി അതിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കുകയാണ്. അതൊരു സ്ലിപ്പുണ്ട്. ആ സ്ലിപ്പിൽ ഉണ്ണിയപ്പം, നെയ്യപ്പം, സമൂസ, കട്ട്ലേറ്റ്, പൊക്കവട, വട്ടയപ്പം, കലത്തപ്പം, കണ്ണൂരപ്പം, പൂവട, ചട്ടിപ്പത്തിരി, ഉഴുന്നുവട, കേക്ക്, പൂവട, അങ്ങനെ കുറേ ഐറ്റംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്, ആളുകൾ വന്നെടുത്തിട്ടുണ്ട്. ഇത് ബിരിയാണിയാണ്. പൂവട, കേസരി, ഇതിൻ്റെ സപ്ലൈസാണിത്. അതുപോലെ ബിരിയാണി. എങ്ങനെ ബിരിയാണി പോകണ്ടോ? ബിരിയാണി എടുക്കണേ, അങ്ങോട്ട് വാങ്ങണ്ടേ? അപ്പോൾ ബിരിയാണി കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബിരിയാണി വേണേ ഇപ്പോൾ വാങ്ങാം. ഏകദേശം കഴിയാറായി. സമൂസയാണ്. ഇതെന്താ? ചിക്കൻ നഗറ്റ്സ് 3 20 രൂപ. ഇതാണ് സംഭവം. തിന്നു കഴിഞ്ഞാൽ അലിഞ്ഞു പോകും. അതുകൂടി പറയാം. ഇത് വേറെ പഴംപൊരി ഐറ്റംസ്, സമൂസ പല വിധത്തിലുള്ള സമൂസ ഉണ്ട്. പൊക്കോട ഒരു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യപ്പം ഇതിനൊക്കെ 10 രൂപ. 15. പൊക്കോടക്ക് 15. കട്ട്ലറ്റ് കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ നെയ്യപ്പം 10, പൊക്കോട 15, അതുപോലെ മുട്ട ബജ്ജി 10. ഇതൊക്കെ ഐറ്റംസുകൾ കുറേ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് പാലിയേറ്റിന് വേണ്ടിയിട്ടുള്ളത്. അവിടെ വലിയ എമൗണ്ട് ഒന്നും അവർ വാങ്ങൂലെന്നാണ് പറയണത്. ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഇതാ ജ്യൂസ് ഐറ്റംസിൻ്റെ ആളുകളാണിത്. ജ്യൂസ് എത്ര? 10? മുന്തിരി 20. മസാല ടീയാണ്. നിങ്ങൾ മസാല ടീ കുടിക്കണേ? ജ്യൂസ് എങ്ങനെയുണ്ട്? ജ്യൂസ് എങ്ങനെയുണ്ട്? ജ്യൂസ് അടിപൊളിയാണ്. മസാല ടീൻ്റെ ആളുകളാണിത്. അതുപോലെ വിവിധതരം അച്ചാറുകൾ. അച്ചാർ എത്ര? അച്ചാറിന് എത്രയാണ്? എല്ലാ അച്ചാറിനും 20 ആണ്. മാങ്ങഞ്ചി കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് 60 രൂപ. ഇതാ ബോട്ടിൽ മോഡലാണിത്. അപ്പോൾ അത് പാലിയേറ്റീവ് ഒരു കൈത്താങ്ങുന്ന രൂപ ചെയ്തുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും വാങ്ങിക്കുന്നില്ല. അച്ചാർ ഉണ്ടാക്കുന്ന ആളുകളാണിത്. അച്ചാർ പല വിധത്തിലുള്ള അച്ചാറുണ്ട്. കൈപ്പയ്ക്ക, ബീട്രൂട്ട്, മാങ്ങ, ഉള്ളർ, പല വിധത്തിലുള്ള അച്ചാറും ഉണ്ട്. അടുത്ത ഐറ്റംസാണ്. ഇതെന്താ ഐറ്റംസ്? ഗുലാബ് ജാം ഉണ്ടാക്കിയിട്ടുണ്ട്. അരിയുണ്ട ഇതൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ്. കണ്ണൂരപ്പം പിസ്സ ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇതാണ് അത്. ഗുലാബ് ജാമൊക്കെ ഉണ്ടാക്കിയ ആളുകളാണ്. അടുത്തത് വിവിധ സെക്ഷനിലെ കേക്കുകളാണ്. ഇതാരുണ്ടാക്കിയത്? കേക്ക് ആരുണ്ടാക്കിയത്? കേക്ക് ഉണ്ടാക്കിയ ആളുകളാണ്. ഇത് മാക്ടിൻ്റെ സന്തതികളാണ്. കേക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മളറിഞ്ഞു. ഇതെന്താ സാധനം? ഇതെന്താ? ക്യാരറ്റ് പുഡിങ്. ഇത് സ്ട്രോബെറി പുഡിങ്. ഈ കേക്ക് വാനസ്ലേറ്റ് കേക്ക് ഒക്കെ തീർന്നു. ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പായസം, സേമിയ പായസം, അരിപ്പായസം,
ക്യാരറ്റ്, അട ഉണ്ടായിരുന്നു, അട കഴിഞ്ഞു. പായസം ഉണ്ടാക്കിയ ആളുകളാണത്. ഇതെത്ര പായസത്തിന് എങ്ങനെ വരുന്നത്? 20. അപ്പോൾ ക്യാരറ്റ് പായസത്തിന് 20 അല്ലേ? ഇത് 30. പിന്നെ അരിപ്പായസത്തിന് അപ്പോൾ നമുക്കൊരു സേമിയ പായസം എടുക്കും. നമ്മളൊരു സേമിയ പായസം വാങ്ങിക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ, ഐറ്റംസ് എങ്ങനെ നോക്കാമല്ലോ. നമ്മളൊരു സേമിയ പായസം വാങ്ങിച്ചിട്ടുണ്ട്. സേമിയ പായസം കുടിച്ചോടെ ഇപ്പോൾ സേമിയ പായസം കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഓക്കെ, പഴയ ഓർമ്മകളിലേക്ക് അച്ചാറ്, കറക്റ്റ് മുട്ടായി ഇതൊക്കെ ഉണ്ട്. ആളുകളാണ്. നമ്മുടെ മാക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പളാണ് ഇത്തരത്തിലൊരു സംരംഭം നടത്തുക. അതായത് വടക്കിനി എന്ന പേരിലൊരു ഫുഡ് ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു ആവേശം എന്താണ്? കരുവാരണ്ട് പാലിയേറ്റീവിന് ഒരു മാസം തന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ ആവശ്യങ്ങളാണ് രോഗികളായിട്ടുള്ളവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാക്സ് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫണ്ട് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കരുവാരണ്ട് മാക്സ് എഡ്യൂക്കേഷൻ സെൻ്ററിലെ വിദ്യാർത്ഥികൾ അതിനൊരുങ്ങുകയും കരുവാരണ്ട് പഞ്ചായത്തിൻ്റെയും അതുപോലെ സ്റ്റേഷൻ്റെ എല്ലാവരുടെയും പാലിയേറ്റീവിൻ്റെ തന്നെ പിന്തുണയോടുകൂടി വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ഇവിടെ ഇറങ്ങിയേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന തനതായിട്ടുള്ള നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അത് വിറ്റിട്ട് കിട്ടുന്ന പണം പാലിയേറ്റീവിന് ഒരു സഹായമായിട്ട് നൽകട്ടെ എന്ന ഉദ്ദേശത്തോടെയാണ് അതിൻ്റെ പേര് നമ്മൾ ഇട്ടിട്ടുള്ളത് വടക്കിനി എന്നാണ്. എല്ലാ വിദ്യാർത്ഥികളും നാട്ടുകാരും വളരെ സഹകരിക്കുന്നുണ്ട്. രണ്ടും വിജയമാകട്ടെ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാ വിദ്യാർത്ഥികളും വ്യത്യസ്തമായിട്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ മാക്സിൻ്റെ MD ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോൾ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിജയകരമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരുവാരകുണ്ടുകാരുടെ ഈ ഒരു മനസ്സിൻ്റെ ലാളിത്യം തന്നെയാണ്. ഒരു കരുണയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി മാക്സ് എഡ്യൂക്കേഷൻ സെൻ്റർ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം അക്ഷരരായ രോഗികളെ സഹായിക്കുകയും നിത്യ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. അതിനുവേണ്ടി കരുവാരകുണ്ടിലെ നമ്മുടെ സ്ഥാപനത്തിലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടെ കമ്പ്യൂട്ടർ പഠിക്കുന്ന വിദ്യാർത്ഥികളും തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് അവരുടെ ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരിക്കുന്നത് മാക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്തിയിരിക്കുന്നത് അവർ പാലിയേറ്റീവിന് ചെറിയൊരു സഹായം നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിന് ഫുൾ ചെലവ് മാക്സ് തന്നെയാണ് വഹിക്കുന്നത്. അതിന് കിട്ടുന്ന അതിൻ്റെ വരുമാനം അത് പാലിയേറ്റീവിന് മുഴുവനായിട്ടും അവർ തന്നെയാണ് അവർ നൽകുകയാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടത്താൻ മാക്സിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോയുമായി ഇനി വരുന്നവരെല്ലാവർക്കും വലിയൊരു ടാറ്റ.